അപ്പോൾ സെക്കൻഡ് ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സെക്കൻഡ് ഡേയിൽ നമ്മൾ ആഫ്റ്റർനൂണോടുകൂടിയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഫസ്റ്റ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്ന പ്ലേസ് ശില്പാരാമം എന്ന് പറയും. ശില്പാരാമം ഹൈദരാബാദിലെ മാതാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടേക്കുള്ള അവർ അത് ഓപ്പൺ ചെയ്യുന്നത് ഒരു ആഫ്റ്റർനൂൺ ഈവനിങ് ടൈമിലാണ് ഓപ്പൺ ചെയ്യുക. അവിടേക്ക് എൻട്രി ഫീ എന്ന് പറയുന്നത് ഒരു അഡൾട്ടിന് 40 റുപ്പീസും ചിൽഡ്രന് 20 റുപ്പീസൊക്കെയാണ് വരുന്നത്. അത് ഈവനിങ് ടൈമിൽ വിസിറ്റ് ചെയ്യാൻ തന്നെയാണ് നല്ലതും. കാരണം കുറച്ചധികം നടന്ന് കാണാനുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ വെയിലൊക്കെ നല്ല അത്യാവശ്യം ഉണ്ടാവും. മെയിനായിട്ട് ശില്പാരാമം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഇന്ത്യൻ കൾച്ചറൽ സൊസൈറ്റി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കൾച്ചറൽ വില്ലേജ് പോലെ ആർട്സും ക്രാഫ്റ്റ്സും അതെല്ലാം കൂടി പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ശില്പാരാമം. അതൊരു 1992 ഇവരിത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. 65 ഏക്കേഴ്സ് ഓഫ് ലാൻഡിലാണ് ഇവരിത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതിലത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് മെയിൻലി ഷോപ്പിംഗ് തന്നെയാണ്. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള കൈൻഡ് ഓഫ് ജ്വല്ലറീസ് ഉണ്ട്, ഹാൻഡ്ലൂംസ്, ടെക്സ്റ്റൈൽസ്, അങ്ങനെ ഒരുപാട് ഹോം ഡെക്കോസ് ഉണ്ട്, പിന്നെ വുഡൻ സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അത്യാവശ്യം ജസ്റ്റ് ഒന്ന് നമുക്ക് റോം അറൗണ്ട് ചെയ്ത് കാണാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിക്കൻ കാരി, കുർത്താസ്, അങ്ങനെ വെറൈറ്റീസ് ഓഫ് ജ്വല്ലറീസ് എല്ലാം അവിടെ ഉണ്ട്. പിന്നെ മെയിനായിട്ട് ഈ നടരാജ സ്കൾപ്ചർ സ്റ്റാച്യു അവിടെ ഉണ്ട്. പിന്നെ റോക്ക് മ്യൂസിയം ഉണ്ട്. പിന്നെ മെയിനായിട്ട് വേറെ അവിടെ ഉള്ളത് ഒരു ആംഫി തിയേറ്ററാണ്. ആ ആംഫി തിയേറ്റർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ നമ്മുടെ ഡാൻസ് അല്ലെങ്കിൽ സോങ്സ് എല്ലാം നമുക്കവിടെ പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഈവനിങ് ടൈമിൽ പോവുകയാണെങ്കിൽ അവിടെ ഞാൻ 2-3 തവണ പോയപ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ ഡാൻസും പാട്ടെല്ലാം പെർഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഈവനിങ് ടൈമിൽ പോവുകയാണെങ്കിൽ നമുക്ക് നല്ലതായിട്ട് ഒന്ന് ചില്ല് ചെയ്യാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ. ഈ ആംഫി തിയേറ്റർ കൂടാതെ അവിടെ ഒരു ഇൻഡോർ ആയിട്ടുള്ളൊരു ഓഡിറ്റോറിയം ഉണ്ട്. സോങ്സൊക്കെ മെയിനായിട്ട് ഞാൻ അവിടെ പെർഫോം കണ്ടിരിക്കുന്നത്. ആംഫി തിയേറ്ററിൽ മെയിനായിട്ട് ഡാൻസസാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിലേക്ക് ഇത്തിരി നടന്നു പോവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു വലിയൊരു പാർക്ക് പോലെ നമുക്ക് കാണാൻ പറ്റും. ആ പാർക്കിൻ്റെ ഉള്ളിൽ മെയിനായിട്ട് നല്ലൊരു കൂളിംഗ് ഒക്കെയാണ്. നല്ലൊരു കൂളിംഗാണ് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നടന്നു പോകുമ്പോൾ. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൃഷ്ണൻ്റെ കുറേ സ്റ്റാച്യൂസ് കാണാൻ പറ്റും. കൃഷ്ണൻ രാധയായിട്ടിരിക്കുന്ന സ്റ്റാച്യൂസ്, കൃഷ്ണൻ ഊഞ്ഞാലാടുന്ന സ്റ്റാച്യൂസ് ഉണ്ട്. പിന്നെ കൃഷ്ണൻ ഗോപികമാരുടെ ക്ലോത്ത്സ് എല്ലാം കട്ടുകൊണ്ടുവന്ന അങ്ങനത്തെയൊക്കെ ഒരു മോഡൽ അവർ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് പതുക്കെ അതിൻ്റെ ഉള്ളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇത് ഇത്തിരി കൂടി കാണാൻ രസം ഒരു ഈവനിങ് ടൈമിലാണ്. കാരണം ഈവനിങ് ടൈമിൽ അവർ ലൈറ്റിങ്സും കൂടി ഓൺ ചെയ്യും. ഇപ്പം നമ്മൾ ഈവനിങ് ആയിട്ടില്ല, ലൈറ്റിങ്സ് ഒന്നും ഓൺ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതുവരെ കാണിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ വാട്ടർഫോൾ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ കൃഷ്ണൻ്റെ ആ ഒരു കൈൻഡ് ഓഫ് സ്റ്റാച്യു. പിന്നെ ഇത് വേറെ അവിടുത്തെ മ്യൂസിയമാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഹട്ട്സ് എല്ലാം അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഹട്ട്സിൻ്റെ ഉള്ളിൽ കുറേ ആർട്ട് ഫോംസ് ലൈക്ക് നമ്മുടെ കഥകളിയും പിന്നെ ഭരതനാട്യം, പിന്നെ ഇത് ഫാർമേഴ്സിൻ്റെ സ്റ്റാച്യൂസ്, നമുക്ക് അവിടെ അതിൽ തലയിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും. പിന്നെ രാജസ്ഥാനി കൈൻഡ് ഓഫ് തിങ്സ്, ഐ മീൻ സ്റ്റാച്യൂസ്, അങ്ങനെ കുറേ ആർട്ട് ഫോംസ് ആ സ്റ്റാച്യൂസൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, കൃഷ്ണൻ്റെയും രാധയുടെയും ഒരു സ്റ്റാച്യു ഉണ്ട്. അവിടെ ഒരു കണ്ടില്ല വാട്ടർഫാൾ ഇപ്പോൾ ഒരു ഓൺ ചെയ്തിട്ടുള്ളൂ. നമ്മളത് കാണാൻ പറ്റാതെ പോകേണ്ട വരുന്നതാണ് വിചാരിച്ചത്. പക്ഷേ ഭാഗ്യത്തിന് ഈ വാട്ടർഫാൾ ഓൺ ചെയ്യുമ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് കാണാൻ പറ്റി. കുറച്ച് കഴിഞ്ഞാൽ ഈ വാട്ടർഫാളിൻ്റെ അവിടെ ലൈറ്റിങ്സും കൂടി ഉണ്ടാവും. അപ്പോൾ ഇത്രയും കൂടിയും ഭംഗിയാണ് കാണാൻ. അപ്പോഴേക്കും പക്ഷേ നമുക്ക് അടുത്തൊരു സ്ഥലം കൂടി കവർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വേഗം തന്നെ ഇറങ്ങേണ്ടി വന്നു. അതാണ് ഇത്. പിന്നെ ഇവിടുന്ന് നമ്മൾ നേരെ പോയത് ദുർഗം ചെരുവ് എന്ന് പറയും. അവിടെ ഒരു ലേക്ക് ഫ്രണ്ട് പാർക്കുണ്ട്. ആ ലേക്ക് ഫ്രണ്ട് പാർക്കിൽ നമുക്കിങ്ങനെ ഒരു വാക്ക് വേ ഉണ്ട്. ആ വാക്ക് വേ കൂടെ നടക്കുമ്പോൾ നമുക്ക് ബാക്കിലുള്ള കേബിൾ ബ്രിഡ്ജില്ലേ, ആ കേബിൾ ബ്രിഡ്ജ് ഇതിൻ്റെ അടുത്തുനിന്ന് കാണാൻ പറ്റും. അതുകൂടെ വണ്ടികളൊക്കെ പോട്ടും. പക്ഷെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഈ ലേക്ക് ഫ്രണ്ട് പാർക്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയാണ്. ഇവരെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത്. അപ്പോൾ ഇവർ ഒരുപാട് നേരമായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഇത്തിരി ലേറ്റായി. ശില്പാരാമത്തിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിവിടെ എത്തിയപ്പോൾ ലേറ്റായി. പിന്നെ ഈ ചെടിക്കൊരു പേര് പറയും, ബോൺസായി ട്രീ എന്നോ അങ്ങനെ എന്താ തോന്നുന്നു ഇത് പറയാം. അപ്പോൾ നമ്മൾ ആദ്യം ലേക്ക് ഫ്രണ്ടിൻ്റെ അവിടെ നിന്ന് നമ്മൾ പിന്നെ ഇനോർബിറ്റ് മോളിലേക്ക് വന്നു. ഇനോർബിറ്റ് മോളിൽ വന്നിട്ട്
നമുക്ക് ഡിന്നർ കഴിക്കാനായിരുന്നു പിന്നെ നമ്മൾ നെക്സ്റ്റ് പ്ലാൻ. ഇന്നോർബിറ്റ് മറ്റേ ലേക്ക് ഫ്രണ്ട് പാർക്കിൽ നമുക്ക് ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതിനൊന്നും ആർക്കും അധികം ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഓൾറെഡി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും അത്യാവശ്യം ടയേർഡായിരുന്നു. അപ്പോൾ നമ്മൾ ബോട്ടിങ്ങിനൊന്നും പോയില്ല. ജസ്റ്റ് ലേക്ക് ഫ്രണ്ട് പാർക്കിൽ അവരെ മീറ്റ് ചെയ്തു, പിന്നെ ആ കേബിൾ ബ്രിഡ്ജ് ജസ്റ്റ് കണ്ടു. അവിടെ നിന്ന് 2-3 ഫോട്ടോസ് എടുത്ത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇന്നോർബിറ്റ് മോളിൽ വന്നിട്ട് ഡിന്നറിന് കയറി. അപ്പോൾ ഇന്നോർബിറ്റ് മോളിലെ ഏതോ റെസ്റ്റോറൻറ്റിലാണ്, റെസ്റ്റോറൻറ്റ് പേര് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അവിടെ നിന്ന് നമ്മളെല്ലാവരും ഡിന്നർ കഴിച്ചു. ഡിന്നറിന് ശേഷം നമുക്ക് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോരാനുണ്ടായത്, കാരണം നമുക്ക് പിന്നെ അപ്പോഴേക്കും അത്യാവശ്യം നേരമായിട്ടുണ്ടായിരുന്നു. നമ്മൾ ആഫ്റ്റർനൂൺ ആണല്ലോ ഇറങ്ങിയത്, അപ്പോൾ അധികം പ്ലേസസ് ഒന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് സെക്കൻഡ് ഡേ നമ്മൾ ആ കൂടി ശില്പാറാമം കവർ ചെയ്തു, പിന്നെ കേബിൾ ബ്രിഡ്ജും ആ ലേക്ക് ഫ്രണ്ട് പാർക്കും മാത്രമേ കവർ ചെയ്യാൻ പറ്റിയുള്ളൂ. അപ്പോഴേക്കും സമയം അത്യാവശ്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാംകുട്ടൻ നല്ല ഹാപ്പി ആയിരുന്നു. അത് നമ്മൾ വീട്ടിലെത്തിയ ഒരു ഇതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ